അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്ന നാട്ടിൽ വിഗ്രഹങ്ങളെ മൊത്തമായും ചില്ലറയായും വ്യാപാരം നടത്തിയിരുന്ന ആസറിന്റെ മകനായി ഇറാഖിലെ ഹൂർ എന്ന പ്രദേശത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു. ആ മഹാന്റെ ത്യാഗോജ്വലമായ ജീവിതം സ്മരിക്കുന്ന സുദിനമാണ് ബലിപെരുന്നാൾ സുദിനം. ഈ സുദിനത്തിൽ ഏറ്റവും കൂടുതൽ സത്യവിശ്വാസികൾ മൊഴിയുന്ന വചനമാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ വചനമാണ് സത്യവിശ്വാസികളോട് പറയാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തക്ബീറിന്റെ ധ്വനി ജീവിതത്തിൽ കൂടുതൽ അന്വർത്ഥമാക്കിയത് ചരിത്രപുരുഷനായ ഇബ്രാഹിം നബി ഖലീലുല്ലാഹി അലൈഹിസ്സലാം ആണ്. തന്റെ കുടുംബത്തെയും മകനെയും ആരുമില്ലാത്ത വിജനമായ പ്രദേശത്ത് ഉപേക്ഷിക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ, അള്ളാഹുവേ, നീയാണ് അക്ബർ, നീയാണ് എനിക്ക് ഏറ്റവും വലുത്, അതുകൊണ്ട് എന്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് ആരാരുമില്ലാത്ത വിജനമായ പ്രദേശത്ത് ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറായെങ്കിൽ അള്ളാഹു അക്ബർ എന്ന യഖീൻ മനസ്സിൽ ഉണ്ടായതിന്റെ കരുത്ത് മാത്രമാണ്. ജീവിതത്തിന്റെ സായാഹ്ന സന്ധ്യയിൽ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ അറുക്കുവാൻ അള്ളാഹു കൽപ്പിച്ചപ്പോഴും അള്ളാഹുവേ, നീയാണ് വലുത്, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ബലിയറുക്കുവാൻ തയ്യാറായെങ്കിൽ അത് അള്ളാഹു വലിയവനാണെന്ന വിശ്വാസം അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചതുകൊണ്ടാണ്. നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനാ രംഗങ്ങളിലുമൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിക്കാൻ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രഭാത സമയത്ത് ഒരു സത്യവിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം: അസ്ബഹന വഅസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം. തുടർന്ന് പറയുന്നു: വഅലാ മില്ലത്തി ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. നമസ്കാരത്തിൽ പ്രവേശിച്ചാലോ വജ്ജഹത്ത് പാരായണം ചെയ്യുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി ഈ വചനങ്ങൾ മുഴക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണ്. അസ്തമിച്ചു പോകുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കൊണ്ട്, നിങ്ങളല്ല എന്റെ രക്ഷിതാവ്, മറിച്ചു ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. നമസ്കാരത്തിന്റെ ഒടുവിൽ അത്തഹിയ്യാത്തിൽ വീണ്ടും നാം ഇബ്രാഹിം നബിയെ അനുസ്മരിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. എന്തിനേറെ ബലിപെരുന്നാൾ സുദിനത്തിൽ നാം വളുഹിയത്ത് നിർവഹിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ചര്യയെ അനുസ്മരിച്ചുകൊണ്ടാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബത്ത് വന്ന് ചോദിച്ചു: മാ ഹാദിഹിൽ അല്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ, ഈ ഉലൂഹിയത്തിന്റെ വിവക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി: സുന്നത്ത് അബീക്കും യാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയാണ്, നിങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബിയുടെ നടപടിക്രമമാണ്, സുന്നത്താണ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ കടന്നു വരുന്നത്? അള്ളാഹുവും റസൂലും ആ പ്രവാചകനെ പിൻപറ്റാനും ആ പ്രവാചകനെ അനുസ്മരിക്കാൻ പറഞ്ഞതും. നമ്മുടെ നാട്ടിൽ നല്ല യോഗ്യതയുള്ള ഒരാളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അയാൾ ഒരു വലിയ സംഭവമാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി വലിയൊരു സംഭവമായിരുന്നു. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് ഒരു വ്യക്തി എന്നല്ല, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമുദായമായിരുന്നു. അതായത് ഒരു സമുദായം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തു തീർത്തു. അദ്ദേഹം ചെറുപ്പം മുതൽ വയോവൃദ്ധനായ സമയം വരെ ത്യാഗത്തിന്റെ തീജ്വാലയിൽ ചാലിച്ച ചരിത്രങ്ങളാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം റഹ്മാനായ റബ്ബിനു വേണ്ടി സമർപ്പിച്ചു. നാവിനെ നമ്രൂദിന്റെ മുന്നിലും ശത്രുക്കൾക്ക് മുമ്പിലും ഇസ്ലാമിന് വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം നമ്രൂദിന്റെ തീകുണ്ടാരത്തിനു മുമ്പിൽ സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ സമ്പത്താകട്ടെ അതിഥികൾക്ക് വേണ്ടി ചിലവഴിച്ചു. അദ്ദേഹത്തിന്റെ മകനെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുവാൻ തയ്യാറായി. എല്ലാം സമർപ്പണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും പഠിപ്പിച്ചത് പ്രാർത്ഥനകളിലൂടെയാണ്.
ചരിത്രം പറഞ്ഞ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ദുആകളിലൂടെ അള്ളാഹു ചരിത്രം പറഞ്ഞ പ്രവാചകൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുറെ ദുആകൾ ഖുർആനിലുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അങ്ങനെ ഒരുപാട് ദുആകൾ ഖുർആനിലുണ്ട്. ആ ദുആകളിൽ എല്ലാം പെട്ട പ്രസിദ്ധമായ ഒരു ദുആയാണ് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യാതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരീനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഈ ദുആയുടെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, ഞങ്ങളെ നീ മുസ്ലിമീങ്ങളാക്കണം, അനുസരണയുള്ളവരാക്കണം. ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ മുസ്ലിമീങ്ങളെ നീ വാർത്തെടുക്കണം. 4000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഇനി നമുക്ക് മുസ്ലിങ്ങളായി ഈ ലോകത്ത് ജീവിക്കാം, ഈ ലോകത്ത് ദഅവത്ത് ചെയ്യാം, ഇസ്ലാമിലേക്ക്, പരിശുദ്ധമായ ദീനിലേക്ക് ആളുകളെ അടുപ്പിക്കാം. അതാണ് എല്ലാ പ്രശ്നത്തിനുമുള്ള ഏക പരിഹാരം. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റാൻ അള്ളാഹുവും റസൂലും നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ഈ ലോകത്ത് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.